അസ്സലാമു അലൈക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതുതായി തുടങ്ങിയ ചാനലാണ്, സബ്സ്ക്രൈബ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാ നല്ല ദീനിയായ സഹോദരങ്ങളും വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൻസാറുകളുടെ സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലാഹു ഏറ്റവും നല്ല സാലിഹത്തായ ഭാര്യയെ തരും. ആരുടെ കഥ? ഒരല്പനേരം അല്ലാഹുവിന്റെ ഖുർആനിലോട്ട് കടന്നു പോവുക. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ഒരു യുവാവിന്റെ കഥ പറയുന്നുണ്ട്. അതാരെന്നറിയോ? വലമ്മാ ബലഗ അശുദ്ധഹു വസ്തവാ ആതൈനാഹു ഹുക്മൻ വഇൽമാ. അല്ലാഹു പറയുകയാണ്, ആ മനുഷ്യൻ യുവാവായപ്പോ ആരെന്നറിയോ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ. എന്റെ ശബ്ദം കേൾക്കാനത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആ സമയത്ത് മൂസ നബിയായിട്ടില്ല. ഫറോവയുടെ രാജകൊട്ടാരത്തിന്റെ നടുവ് ഒരു യുവാവായി ജീവിക്കുമ്പോഴാണ്. കഥ പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഒരാള് റോഡിലൂടെ നടന്നു പോകുമ്പോ രണ്ടുപേര് തമ്മിൽ വടക്കുണ്ടാക്കുന്നു. ഇത് കണ്ട മൂസ നബി അടുത്തോട്ട് ചെന്നു. നിരപരാധിയെ മർദ്ദിച്ച ആളെ കടന്നു പിടിച്ചിട്ട് ഒരു അടി കൊടുക്കുമ്പോ മൂസയുടെ അടിയേറ്റ മനുഷ്യൻ മരിച്ചുപോയി. അയാള് ഫറോവയുടെ കുടുംബാംഗമാണ്. ആരാണ് തന്റെ കുടുംബാംഗത്തെ കൊന്നതെന്നറിയാതെ കൊന്നവനെ വധശിക്ഷയ്ക്ക് പിടിക്കുമ്പോ ആരവിടെ പിടിച്ചു കെട്ടാൻ പറയുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുകയാണ്. അള്ളാന്റെ ഖുർആനീക ദർശനം വിടത്തിക്കാട്ടിയ മായൂര പിഞ്ചത്തിന് മുന്നിൽ അള്ളാഹുവിന്റെ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയൊരു സംഭാവന പറഞ്ഞു തരട്ടെ. ഇതല്ലാതെ നമുക്ക് തമ്മിൽ പറയാനെന്താ? ഒരു നാട്ടിൽ കൊലപാതകയായി മുദ്രയടിക്കപ്പെട്ട് ആലുപാട് സൈന്യക്കാര് മുഴുവനും പിടിക്കാനോടുമ്പോ യുവാവായ മൂസ അതാ ഈജിപ്തിൽ നിന്ന് നാട് വിടുകയാ. കയ്യിൽ ഒരു തുള്ളി പോലുമില്ല. നന്നായിട്ട് ജീവിതവുമായി ബന്ധപ്പെടുത്തുക. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ, ജീവിതത്തിന്റെ ഒരു തുരുത്തിരി പോലും എത്തിപ്പെടാതെ യുവാവായ മൂസ ഈജിപ്തിൽ നിന്ന് ഓടുകയാണ്. എവിടേക്കാ ഓടുന്നതെന്നറിയോ? ദിശയറിയാതെ ദിക്കറിയാതെ കാട് കടന്ന് മേട് കടന്ന് ബഹുമാനപ്പെട്ട മൂസ എന്ന യുവാവ് ഓടുമ്പോ അന്ന് പ്രവാചകനായിട്ടില്ല, വെറും ഒരു യുവാവ് മാത്രമാ. ഈ ഒരു വലിയ സംരംഭത്തിന് വേണ്ടി ഉറക്കമിളക്കുന്നവരോട് സഹോദരങ്ങളെ, ഓടി എവിടെയെന്നറിയോ? അദ്ദേഹം പേടിയോടെ ഓടുകയാണ്. അള്ളാന്റെ ഖുർആൻ പറയട്ടെ, ഓടി